രാവിലെ എണീറ്റേ ജോലിക്ക് പോകുന്ന നേരത്തായിട്ട് ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചത്. ഏടൻ്റെ മോളതേ കൊടയും ബാഗ് എടുത്ത് സ്കൂളിലേക്ക് പോവാണ്. 2 മാസം കഴിഞ്ഞു പോയതൊക്കെ എത്ര പെട്ടെന്നാലേ. എന്താണെങ്കിലും സ്കൂൾ തുറന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കൊടയും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തെങ്കിൽ പോലും മറ്റേ രാവിലെ ഇന്നും മഴയായിരുന്നു. പക്ഷെ ചെറിയ മോള് സാധാ ടാറ്റു കൊടുത്താൽ എല്ലാവർക്കും തിരിച്ച് ടാറ്റു കൊടുക്കും. ഇത് പേടിച്ചത് ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ നോക്കി നിൽക്കാം കേട്ടോ. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് ഏടൻ്റെ മോള് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് ഞാൻ നേരെ ജോലിക്ക് പോകട്ടോ. സാധാരണയായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഈ സമയത്തൊക്കെ നല്ല മഴ ഉണ്ടാവാറ് കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയപ്പോൾ എന്തോ മനസ്സിന് വിഷമം കേട്ടോ. എന്താണ് ഒരുപാട് ധാരാളം സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. ഇനി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി. ഇനിയെന്നല്ല എല്ലായ്പ്പോഴും. കാരണം ചെറിയ ചെറിയ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്ത് ഓടാനും വാഹനങ്ങളുടെ മുൻപിൽ ചാടാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ മുൻപിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം പാരൻസ് ഒപ്പം ഉണ്ടായിട്ട് പോലും. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കുക, ഒപ്പം എല്ലാ ഡ്രൈവേഴ്സും ശ്രദ്ധിക്കുക കേട്ടോ. കേരളം മാതൃകയാണ് കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു ഫ്ലെക്സ് ബോർഡൊക്കെ. എന്തായാലും മാതൃകയാവട്ടെ. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയ സമയത്ത് വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ആ തെളിഞ്ഞ നീലാകാശം ഇങ്ങനെ കാണുമ്പോഴേ എന്തോ മനസ്സിൽ മറ്റൊരു സന്തോഷം. എന്താണെങ്കിലും ഞാൻ പോകുന്ന ഇടയ്ക്ക് ഒരു കാഴ്ച ശ്രദ്ധിച്ചിട്ടോ. ഒരാൾ റോഡിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം അങ്ങനെയാണല്ലോ യൂട്യൂബിലൊക്കെ പല ആളുകളും പല മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ റോഡിലൂടെ ഒക്കെ നടക്കുന്ന ദൃശ്യം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് അതല്ല സംഭവം കേട്ടോ. എന്താണെങ്കിലും ഞാൻ അദ്ദേഹത്തിന് മുഖം ഹൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒറ്റക്കായി എന്നുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഒറ്റക്കായ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒറ്റക്കായി ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ പോരാഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല, പിന്നെ നടക്കുന്നൊരവസ്ഥ ഉണ്ട് നിങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ജെനുവലായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മളൊന്ന് സഹായിക്കുക കേട്ടോ. എന്താണ് കുറേ മാസങ്ങളായി എൻ്റെ ഈ വാഹനം നിർത്തിയിട്ടിട്ട് കുറച്ച് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി. കാരണം 2016 ഇപ്പോൾ കൂളിങ്ങൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ മോശമായി മാറി, അത് നന്നാക്കി കിട്ടും. അതിൻ്റെ ഇടയിൽ ഈ CCTVൻ്റെ മുൻപൂടെ ബൈക്ക് വെട്ടിച്ച് പോകുന്നുണ്ട് നിങ്ങൾ. ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് നല്ലത്, നമ്മുടെ വീട്ടുകാർക്കും നല്ലത്. അതെല്ലാവരും സ്വയം ചിന്തിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ബൈക്കിൻ്റെ സീറ്റും കാര്യങ്ങളും പൂച്ചയൊക്കെ മാന്തി ഉണ്ടായിരുന്നു കേട്ടോ. നേരെ വന്നതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ശേഷം പ്രിയ സുഹൃത്തിൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കേട്ടോ. അവരെ പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചത്. കോവിഡ് സമയത്തൊക്കെ ഹോസ്പിറ്റലുകളിലൊന്നും രോഗികളില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ശേഷം കോവിഡൊക്കെ മാറിയ ശേഷം ഒരുപാട് പല ഹോസ്പിറ്റലിലും നിറഞ്ഞു നിൽക്കുകയാണ്. വാഹനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എത്രമാത്രം ആളുകൾ ഉണ്ടെന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ പേടിച്ചുകൊണ്ട് സ്വയം രോഗിയായിട്ട് മാറുന്നതാണോ എന്നുള്ള സംശയം എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താണെങ്കിലും സന്തോഷേട്ടനോട് ടാറ്റും കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.